ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുത്തുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് നിന്ന് പുത്തുപുത്തൻ യാത്ര. ഇതാണ് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷൻ. ആക്ച്വലി സ്റ്റേഷൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിൽ ഭയങ്കര വണ്ടികളും ഒക്കെ തിരക്കായതുകൊണ്ടാണ്. നമ്മുടെ വേണ്ടി ഡീറ്റെയിൽസ് വന്നിട്ടില്ല. നമ്മളിന്ന് പോകുന്നത് 16528 കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ്സിന് യശ്വന്ത്പൂർ വരെയുള്ള യാത്രയാണ്. ഫാമിലി മൊത്തമുള്ളൊരു യാത്രയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കവാടം. നമുക്കത് ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത് ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പോൾ ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് ഇവിടെ നേരെ ഈ പാർക്കിംഗ് വഴി അങ്ങ് പോകും. പാർക്കിംഗ് വഴി പോയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ റെയിൽവേ മെയിൽ സർവീസിൻ്റെ ഓഫീസ് കാണാൻ പറ്റും. RMSൻ്റെ ഓഫീസ് കാണാൻ പറ്റും. ആ എൻഡിൽ കൂടെ അറ്റം വരാണെന്ന് തന്നെ ഒരു പഴയ ഗേറ്റ് കാണാം. ആ ഗേറ്റ് കടന്നുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മണീസ് കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ സ്ഥിരം ഡിന്നർ സ്പോട്ട് അതാണ്. നമുക്കിന്ന് അങ്ങോട്ട് പോവാം. പാലക്കാട് സ്റ്റേഷനിൽ യാത്ര പോകുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സ്ഥലമാണ് മണീസ് കഫേ. നല്ല അടിപൊളി ദോശയും അങ്ങനെ വെജിറ്റേറിയൻ ഐറ്റംസ് കിട്ടും. രാത്രി ദോശ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. ഈ കാണുന്ന ഗേറ്റ് കടന്ന് അപ്പുറത്തോട്ട് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 4 കോച്ച് നമ്പർ 17 ആയിരിക്കും എന്നാണ് എനിക്ക് NTSന്ന് കിട്ടിയ അപ്ഡേറ്റ്. അത് പ്രകാരം ഇവിടെ വന്ന് നിൽക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 4, അപ്പുറത്ത് പ്ലാറ്റ്ഫോം 3. കഴിഞ്ഞ വീഡിയോയിൽ പ്ലാറ്റ്ഫോം 3 ആപ്രൻ വർക്ക് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞത് ട്രാക്ക് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം. സാധാരണ ബലാസ്റ്റ് ഇട്ട ട്രാക്കാണ് മറ്റേ കോൺക്രീറ്റ് ആപ്പിനൊക്കെ എടുത്ത് വന്നിട്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം 3 വീണ്ടും ഫങ്ഷനിലായതുകൊണ്ട് വീണ്ടും തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും അതുപോലെ ചെന്നൈ എക്സ്പ്രസ്സും ടൗൺ വരെ വന്നു തുടങ്ങി. മറ്റേ ജംഗ്ഷൻ വരെ വന്നു തുടങ്ങി. മറ്റേ ഇടയ്ക്ക് കുറച്ച് കാലം ടൗണിൽ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് വീണ്ടും ജംഗ്ഷനിൽ വന്നു തുടങ്ങി. അവിടുന്ന് ഏതൊരു ട്രെയിൻ കയറി വരുന്നുണ്ട്. മീൻവെൽ ഇപ്പുറത്തെ യാർഡിൽ ഒരു WAG5 ഹോൾഡ് ഫ്രൈറ്ററുണ്ട്. ട്വിൻ WDG4 കിടക്കുന്നുണ്ട്. അപ്പുറത്തോട്ട് മാറി നമ്മുടെ നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്സും കിടക്കുന്നുണ്ട്. നാളെ രാവിലത്തെ പാലക്കാട് നിലമ്പൂർ എക്സ്പ്രസ്. ക്ലാസ് 7 39165 കന്യാകുമാരി ബാംഗ്ലൂർ ഐലൻഡ് എക്സ്പ്രസ് ആണ്. 16525 ഐലൻഡ് എക്സ്പ്രസ്. ഇതിന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് പോയേനെ. ഞാൻ ശരിക്കും ബാംഗ്ലൂർക്ക് ഫാമിലിയായിട്ട് പോവാണ്. അപ്പോൾ ഇതിന് ഞാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇതെടുത്ത് പോയേനെ. കുഴപ്പമില്ല, നമുക്കൊരു അവസരമാണ് 16528 കവർ ചെയ്യാൻ. അപ്പോൾ അവസരം നമ്മൾ വിനിയോഗിക്കണം, തീർച്ചയായിട്ടും വിനിയോഗിക്കണം. അപ്പോൾ ആ ചാൻസ് നമ്മൾ അങ്ങ് എടുക്കുക. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രെയിനിൽ കയറി വരുന്നുണ്ട്. ആസ് യൂഷ്വൽ EMD ആണ്. WDP4D ആണ് ഇന്നത്തെ പവർ. എറണാകുളം ഷെഡിൻ്റെ ഇന്ന് നിലവിൽ ബാക്കിയുള്ള ഏക WDP4D ലിങ്കാണ്. WDP4D 4017. ERS ലിവറിൽ നിന്ന് നോക്കാൻ വന്നിരിക്കുന്നത് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് സൂപ്പറാവും. ജാലിയൻ വാലാബാഗിനുള്ള തിരക്കുണ്ട് കോച്ചുകളിൽ. കാര്യം ഇത് വെള്ളിയാഴ്ച റെക്കോർഡ് ചെയ്യുന്നത്, ഞായറാഴ്ച ദീപാവലിയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് നല്ലോണം. അപ്പോൾ ട്രെയിൻ വന്നു. അപ്പോൾ 17 എന്ന് പറയുന്നത് താഴെ B1 വന്നത്. അടിപൊളി. 2 കോച്ച് പുറകിലാണ് നമ്മുടെ ഇനി. യാത്രക്കാരെ കൊണ്ട് അവസാന നിമിഷം ഓടിക്കുക എന്ന് പറയുന്നത് റെയിൽവേയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. ഇതാണ് നമ്മുടെ കോച്ച് 1-2012 ബിൽഡാണ്. ഓൺലൈനിൽ വെച്ച് പഴയ കോച്ച്. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്തല ബിൽഡാണ്. നോർത്തേൺ റെയിൽവേയുടെ കോച്ച് 1105. ഇപ്പോൾ മാറി 121608 ആയിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ്. നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടില്ല ഇതുവരെ. പാലക്കാട് സ്റ്റേഷനിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. സമയം 10:25 ലേറ്റാണ്. ഏകദേശം ഒരു 25 മിനിറ്റിനടുത്ത് ലേറ്റാണെന്ന് തോന്നുന്നു വണ്ടി. എക്സാക്ട് ടൈം എനിക്ക് ഓർമ്മയില്ല. അപ്രോക്സിമേറ്റ്ലി 25 മിനിറ്റിനടുത്ത് ലേറ്റാണ്. നല്ല ഹെവി ഫ്ലാറ്റ് വീല, സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ പുറപ്പെട്ടു. ഞാൻ ചിലപ്പോൾ ഉറങ്ങിയിട്ടില്ല തന്നെ കോയമ്പത്തൂരും മറ്റും കാണിച്ചു തരാം. നമുക്ക് ബെഡ്റോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെഡ്റോളിനകത്ത്
2 ബെഡ്ഷീറ്റ് മാത്രമേ ടവലില്ല ആസ് യൂഷ്വൽ. ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ ബ്ലാങ്കറ്റും ഉണ്ട്. പില്ലോ കവർ ഓൾറെഡി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡിനോട് പറഞ്ഞാൽ മാറ്റിത്തരും. പില്ലോ മാറ്റിത്തരില്ല, പില്ലോ കവർ മാറ്റിത്തരും. ഗുഡ് മോർണിംഗ്. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി, സൂപ്പർ ഉറക്കമായിരുന്നു. ഞാൻ കോയമ്പത്തൂരൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങി ഇപ്പോൾ ജസ്റ്റ് ഉണർന്ന് നേരെ ഡോറിലേക്ക് വരുമായിരുന്നു. ഇപ്പോൾ ഉണർന്നപ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റേഷനിലോട്ട് കയറിയായിരുന്നു. നമ്മളിപ്പോൾ ഹീലലിഗ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. നമ്മൾ കർണാടകയിലോട്ട് കയറി കഴിഞ്ഞാൽ ഓൾറെഡി. ഇനി ആകെ കാർമേലറും ബാനസവാടി യശ്വന്ത്പൂർ അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ നമുക്കൊരു ക്രോസിങ്ങിന് വേണ്ടി അതൊന്നും പിടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ ഹീലലിഗയിൽ. എക്സാക്ട്ലി നമ്മൾ ലാസ്റ്റ് ടൈം ഈ റൂട്ടിൽ വന്നപ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അന്നേരം സിംഗിൾ ലൈൻ സെക്ഷനായിരുന്നു. പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ബേസിക്കലി ബാംഗ്ലൂരിലെ സബർബൻ നെറ്റ്വർക്കിൻ്റെ, അതായത് പുതിയതായിട്ട് പണിയാൻ പോകുന്ന ബാംഗ്ലൂർ സബർബൻ റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഒരു ടെർമിനൽ സ്റ്റേഷനും കൂടിയാണ് ഹീലലിഗ. അപ്പോൾ ഇനി അതിനു വേണ്ടിയും കൂടെ ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങേയറ്റത്തെ അത്രയും വലിയ യാർഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഇതാണ് മറ്റേ സൈഡ് ഹീലലിഗ സ്റ്റേഷൻ്റെ. ഇവിടെയാണ് സ്റ്റേഷൻ ബിൽഡിംഗ്, പഴയ ബിൽഡിംഗാണിത്. അതിൻ്റെ മുകളിലൊരു മാർക്കിംഗ് ഉണ്ട്, ഇയർ ഓഫ് കമ്മീഷനിങ് 1968. 1968 പണിത ബിൽഡിംഗാണിത്. അടുത്ത ഫ്രണ്ടിലോട്ട് മാറി പുതിയൊരു ഓറഞ്ച് പോലത്തെ കളറിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ ബിൽഡിംഗ്. 20 മിനിറ്റോളം ഹീലലിഗയിൽ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് പുറപ്പെടുന്നു. ഹോൺ അടിക്കുന്ന കേട്ടായിരുന്നു, ആനങ്ങി തുടങ്ങി. 20 മിനിറ്റോളം നമ്മളിവിടെ പോസ്റ്റാക്കി. എന്തിനാണ് പോസ്റ്റാക്കിയെന്ന് ആർക്കും അറിയില്ല. ക്രോസിംഗ് ഒന്നും വന്നില്ല. കാര്യം ക്രോസിങ്ങിന് ആകെ വരാനുള്ള 12677 അത് നമ്മുടെ കാർമേലറത്തെ ക്രോസ് ചെയ്തു. ആ ട്രെയിൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. കാർമേലറം പോലും എത്തിയിട്ടില്ല വണ്ടി. പിന്നെ ഇവിടെ നിങ്ങളുടെ എൻ്റെ റോഡിൽ ഡബിൾ ലൈനും വേണം. അപ്പോൾ എന്തിനായിരുന്നു പിടിച്ചിട്ടെന്നുള്ളത് റെയിൽവേക്ക് പോലും അറിയാമെന്ന് തോന്നുന്നില്ല. സ്റ്റേഷനിലൊരു പുതിയ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ പണിയുന്നുണ്ട്. ഇവിടെ മറ്റേ പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ്. SMET സ്റ്റേഷനിൽ പണിതിരിക്കുന്ന അതേപോലെ പുതിയ ഡിസൈൻ പ്ലാറ്റ്ഫോം ഷെൽട്ടറാണ്. നല്ല ഹെവി ഫ്ലാറ്റ് വീലാണ്. ഇന്നലെ രാത്രി മുഴുവൻ വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കട ഭയങ്കര സൗണ്ട് ആയിരുന്നു, ഭയങ്കര നോയ്സി ആയിരുന്നു. വളരെ മോശം മെയിൻ്റനൻസ് ആണ്. ടോയ്ലറ്റിൻ്റെ അവസ്ഥ പറയാണ്ടിരിക്കുന്ന വേദം. ആ പ്ലാറ്റ്ഫോം കണ്ടിട്ട് ആ യാർഡ് കണ്ട് ഫ്രൈറ്റിന് വേണ്ടിയിട്ടാക്കിയ യാർഡ് പോലെ ഉണ്ട്. ഹീലലിഗയിൽ അത്രയ്ക്കധികം ഫ്രൈറ്റ് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി പുതിയ വല്ല ഫ്രൈറ്റ് ഡിപ്പോ ഡെവലപ്പ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. സൂര്യൻ ജസ്റ്റ് ഉദിച്ചു വരുന്നു. ഫോഗി ആയതുകൊണ്ട് അങ്ങോട്ട് വലുതായിട്ട് ബ്രൈറ്റ് ആവുന്നില്ല. വണ്ടി സ്പീഡ് പിടിച്ച് കഴിയുമ്പോൾ നല്ലോണം തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ജസ്റ്റ് നല്ല തണുപ്പുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലോണം തണുപ്പ് ഫീൽ ആവും. ഫോഗി കൂടിയാണ്. നമുക്ക് കാർമേലറം സ്റ്റേഷൻ തന്നെ തോന്നുന്നു. സ്പീഡ് കുറയുന്നുണ്ട്. ബാംഗ്ലൂരിന്റെ സദേൺ പാർട്സ്, അതായത് ഇലക്ട്രോണിക് സിറ്റി ആ സൈഡിലോടൊക്കെ പോകുന്നവർക്ക് കാർമേലറം ഇറങ്ങുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം കാർമേലറം ഇറങ്ങി ഒരു ക്യാബ് എടുത്തു പോയി കഴിഞ്ഞാൽ നേരെ സദേൺ പാർട്സ് ബാംഗ്ലൂരിലേക്ക് എത്താൻ പറ്റും.
അപ്പം അങ്ങനെ നമ്മൾ കാർമേലറം സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ അരക്കോണത്തിൻ്റെ വാപ്പ് 422-830 ബാംഗ്ലൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ്. അപ്പോൾ അങ്ങനെ 12677 എറണാകുളം ഇന്റർസിറ്റി പോയി. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് കണ്ടേക്കാം. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഈ ട്രെയിൻ ഏറെക്കുറെ പകുതിയോളം ഇവിടെ കാലിയാവും, ബാക്കി പകുതി ബാനസവാടിയിലും കാലിയാവും. പിന്നെ വളരെ കുറച്ച് യാത്രക്കാർ യശ്വന്ത്പൂരിലേക്ക് ബാക്കിയുണ്ടാവും. നല്ല തിരക്കിറങ്ങിയത്. നമ്മളിപ്പോൾ ട്രെയിനിന് റിയർ എൻഡിലാണ് ഇനി ഒരുപാട് ആൾക്കാർ ബാക്കിയില്ല, മിക്കവാറും ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു. എന്തോ സീനുണ്ടെന്ന് തോന്നുന്നു. 12677 അവിടെ കിടക്കുന്നേ ഉള്ളൂ. ആ റേക്കിന് സിഗ്നൽ പച്ച നിൽക്കാൻ നോർമൽ ഗ്രീൻ സിഗ്നൽ കണ്ടത്, പക്ഷേ ട്രെയിൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ട്രെയിനിൻ്റെ വല്ല പ്രശ്നമാണോ ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നമാണോ സംഭവം ഒന്നും അറിയില്ല. ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും. കറക്റ്റായിട്ട് മെമു വരാറായിട്ടുണ്ടല്ലോ, അത് പിടിക്കാൻ വരണം എന്ന് വിചാരിച്ച് ഞാൻ ഡോറിലേക്ക് വരല്ലോ മെമു വരല്ലോ ഒരുമിച്ച്. ബെമൽ ബിൽറ്റ് മെമു ആണ്. മീൻമാരൊരു ചായ മേടിച്ചു. മെമു വന്ന് നമ്മൾ പുറത്തിട്ടു. ഒരു ചായയൊക്കെ മേടിച്ച് വാതിക്കൽ വന്ന് നിൽക്കുകയാണ്. പിന്നെ മെമുവിൻ്റെ ഫ്രണ്ട് പിടിച്ചാലും ബാക്ക് പിടിച്ചാലും ഒരുപോലെ ഉണ്ടോ. ബെമൽ ബിൽറ്റ് ആണ്. നോർത്തേൺ റെയിൽവേയാണ് മാർക്കിങ്സ്, പക്ഷെ ഓടുന്ന സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. അതായിരുന്നു മെമു, യശ്വന്ത്പൂർ ഹൊസൂർ മെമു വരുന്നത്. അപ്പം നമ്മളങ്ങനെ കാർമേലറം സ്റ്റേഷൻ കടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ ലൈൻ ആണെന്നുള്ള വസ്തുത ഞാൻ ഓർത്തില്ലായിരുന്നു. ഇവിടെ ഡബിളിംഗ് പുരോഗമിക്കുന്നേ ഉള്ളൂ. ഡബിളിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ ബാംഗ്ലൂരിലെ പ്രധാന IT കോറിഡോറായ ഔട്ടർ റിംഗ് റോഡിനടുത്തെത്തുകയാണ്. മാരന്തഹള്ളി നേരെ വേടന്തൂർ ഏരിയ അങ്ങോട്ടേക്ക്. ബാംഗ്ലൂരിന്റെ സൗന്ദര്യം രണ്ടരിച്ച് കാണാൻ പറ്റും. കുപ്പ കൂട്ടിയിട്ടിരിക്കുന്ന കാണാം, വലിയ വലിയ ബിൽഡിങ്ങുകൾ കാണാം. അതാണ് ബാംഗ്ലൂർ. ഇതാണ് ഔട്ടർ റിംഗ് റോഡ്. ആ പണിയെടുക്കുന്ന ഔട്ടർ റിംഗ് റോഡ് മെട്രോ. ഈ
വലിയ വലിയ ബിൽഡിങ്സ്, ഇത്ര വലിയ വലിയ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഒക്കെ ഈ പാർട്ട് ഓഫ് ബാംഗ്ലൂരിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ IT കോറിഡോറിന്റെ ഭാഗമാണ് ഈ ഏരിയാസ് എല്ലാം. ഈ കാണുന്നതാണ് ബയ്യപ്പനഹള്ളി ഹോം സിഗ്നൽ. ഈ താഴോട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന ട്രാക്കാണ് മെജസ്റ്റിക്കിലേക്ക്, അത് KSR ബംഗളൂരിലോട്ട് പോകുന്നത്. അതാണ് KSR ബംഗളൂരിലോട്ട് പോകുന്ന ട്രാക്ക്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ മെയിൻ ലൈൻസിനെ ഒരു പാലത്തിന് മുകളിൽ കൂടെ പാസ് ചെയ്യണം. കണ്ടോ, നമ്മളിപ്പോൾ അങ്ങനെ ഒരു പാലത്തിന് മുകളിൽ കൂടെ മെയിൻ ലൈനെ പാസ് ചെയ്ത് നമ്മൾ ടുവേർഡ്സ് ബാനസവാടി നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെയൊക്കെ ഡബിളിങ്ങിന്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ലാൻഡ് ലെവലിംഗ് ജസ്റ്റ് ചെയ്യുന്നു അത്രയായിട്ട്. അതിന് അപ്പുറത്തുള്ള പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നു NGF എന്ന് തോന്നുന്നു, നാഷണൽ അല്ലാതെ ന്യൂ ഗവൺമെന്റ് ഇലക്ട്രിക് ഫാക്ടറിയോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, നോട്ട് വെരി ഷുവർ. മെയിനായി നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു. എനിക്കൊന്നു ബാനസവാടി ഹോം സിഗ്നൽ ആയിട്ടുണ്ടാവും. ബാനസവാടി എത്തുമ്പോൾ ഒരുവിധം മലയാളി പോപ്പുലേഷൻ മൊത്തം ബാനസവാടി ഇറങ്ങും. കാര്യം സാധാരണ ഇതിലെ മലയാളികളെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് കാർമേലറും ബാനസവാടിയാണ്. ബാനസവാടി കഴിഞ്ഞാൽ പിന്നെ യശ്വന്ത്പൂരിലേക്ക് യൂഷ്വലി തിരക്കുറവാണ്. ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കാണാം. ഇപ്പം നമ്മൾ ഈ കവർ ചെയ്യുന്ന സ്ട്രെച്ച് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനിതുവഴി 1-2 പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ പകൽ യാത്രകൾ വളരെ കുറവായിരുന്നു. കാര്യം ഇതുവഴി പോകുന്ന മിക്കവാറൊക്കെ ഇരുട്ടത്തായിരുന്നു. ഈ ഡയറക്ഷനിൽ പകൽ യാത്ര ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 7-8 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ പകൽ യാത്ര ചെയ്യുന്നത് തോന്നുന്നു. 8 അല്ല 4 വർഷം. നമ്മൾ ജസ്റ്റ് ബാനസവാടി ഹോം സിഗ്നൽ എത്തുന്നു. ഇവിടെ തൊട്ട് ലെഫ്റ്റിലായിട്ടാണ് SMVT, അതായത് സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് ബാംഗ്ലൂർ. ഇവിടെ തൊട്ട് ലെഫ്റ്റിലായിട്ടാണത്. നമുക്ക് ട്രെയിനിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ എത്തുമ്പോൾ ഈ കോമ്പൗണ്ട് വാൾ കഴിയുമ്പോൾ ഞാൻ ആ സൈഡിലൂടെ ഒന്ന് പ്ലാൻ ചെയ്യാം. നമ്മൾ ഇനിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. യശ്വന്ത്പൂരിൽ ഈ SMVT ലൈൻ വഴി പോകുന്നൊരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യും. ഇതാണ് ബാനസവാടി മെമു ഷെഡ്. വെയിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഓപ്പോസിറ്റാണ്. ഇതാണ് മെമു ഷെഡ് ബാനസവാടി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈൻ. ഈ ലൈൻ ഈ ആദ്യത്തെ ലൈനല്ല, അവിടെ രണ്ടാമത് കാണുന്ന ലൈൻ. ആദ്യത്തെ കാണുന്ന ലൈൻ മെമു ഷെഡിലേക്കുള്ളതാണ്. രണ്ടാമത്തെ ലൈനിൽ നേരെ SMVTയിലേക്ക് പോകും. SMVT ഇവിടുന്ന് കാണില്ല, ഒരു രീതിക്കും കാണില്ല, നല്ല ദൂരമുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലൈന് ബാനസവാടിയിൽ നിന്ന് ബാനസവാടിയിൽ നിന്ന് കൃഷ്ണരാജപുരത്തേക്ക് പോകുന്ന ലൈൻ. ബാനസവാടി SMVT ബയ്യപ്പനഹള്ളി വഴി അങ്ങനെ പോകുന്ന ലൈനാണത്. അപ്പോൾ അതുവഴി നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാൻ നടക്കുമെന്നുള്ളത്. മെയിൻ വൈൽ നമ്മളിവിടെ ബാനസവാടി സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹോം സിഗ്നൽ കടന്നു ഓൾറെഡി. നമ്മൾ റോഡ് നമ്പർ 1 റോഡ് നമ്പർ 1 15 kmph ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര സ്ലോ ആയത്. റെയിൽവേ ട്രാക്കുകളെ, അതായത് ഒരു യാർഡിലുള്ള റെയിൽവേ ട്രാക്കുകളെ സാധാരണഗതിയിൽ റോഡ് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡിലത്തെ ആദ്യത്തെ ട്രാക്കിന് റോഡ് 1 എന്നും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൺസിക്യൂട്ടീവ്ലി അങ്ങനെ നമ്പർ ഇടുന്നത്. ഇവിടെ ബാനസവാടി സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലാണ് റോഡ് 1. ഞാൻ വീഡിയോ ഇവിടെ വലിയ സ്റ്റേഷനൊക്കെ പണിയുന്നുണ്ടല്ലോ. ഹ്യൂജ് യാർഡാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ബാനസവാടി സ്റ്റേഷനുള്ളിലേക്ക് കയറുകയാണ് ഇപ്പോൾ.
എൻ്റെ അറിവിൽ ഈ സ്റ്റേഷനും അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് പണ്ട് മുതലേ വലുതായിട്ട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ്. ഒരിക്കൽ രാത്രിയിൽ ഇവിടുന്ന് പണ്ട് ഹംസഫർ എക്സ്പ്രസ് ഇവിടുന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് രാത്രി ഇവിടുന്ന് ഹംസഫറിൽ കയറാൻ വന്നിട്ടായിരുന്നു. ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ലൈറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. നമ്മളങ്ങനെ ബാനസവാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ, യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്. നമ്മൾ യാത്ര ചെയ്ത കോച്ച് ഇതായിരുന്നു. ഇതാണ് ഞാൻ യാത്ര ചെയ്ത കോച്ച്. ഡോർ ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് വന്നു 121608C നമ്മുടെ കോച്ച്. യാത്രക്കാരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ തിരിച്ച് കയറാം. ഇതാണ് സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ഇവിടെ 2 പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോം 2ഉം 3 ഇവിടെയാണ്. അത് വെച്ച് ചെറിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ സാധാരണ നിലയിൽ എക്സ്പ്രസ് ട്രെയിനിലെല്ലാം ഒന്നിലേ കൊണ്ടുള്ളൂ. പാസഞ്ചർ ട്രെയിനാണ് 2 മുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം 2, 3 വളരെ ചെറുതാണ്. അപ്പോൾ ബാനസവാടിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്രൗഡ് ഇറങ്ങി. അവിടെ ഫ്ലാഗ് വീശുന്ന കാണാം. അപ്പോൾ സിഗ്നലായി നിർത്തും. നല്ല ക്രൗഡ് ഇറങ്ങി. നമ്മുടെ കോച്ചിന് കാര്യമായിട്ട് ഇറങ്ങാണ്ടായിരുന്നില്ല. പക്ഷേ അപ്പുറത്തുനിന്നും ഇപ്പുറത്തെ ബാക്കിലെ കോച്ചുകളിൽ നിന്നൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ബാനസവാടിയിൽ നിന്ന്. റെയിൽവേ ടൈം ടേബിൾ പ്രകാരം നല്ലോണം ലേറ്റാണ്. അപ്പോൾ 7:36 7:50 നമ്മുടെ യശ്വന്ത്പൂർ ടൈം. യശ്വന്ത്പൂരിൽ 7:50 എത്തിക്കണമെങ്കിൽ എത്തിക്കാൻ പറ്റും ഇപ്പോഴും. പക്ഷേ എത്തിക്കുമെന്ന് തോന്നുന്നില്ല. 8 മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് നിലവിലുള്ള ബാനസവാടി സ്റ്റേഷൻ. ഒരു വളരെ ചെറിയ ബിൽഡിങ്ങാണ്. ജസ്റ്റ് ഒരു ടിക്കറ്റ് കൗണ്ടറും ഒരു ചെറിയ ഒരു വെയിറ്റിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ. വേറൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് റൂമുണ്ട്. ജെൻസ് ലേഡീസ് സെപ്പറേറ്റ് കൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കുറച്ച് മുന്നിലായിട്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതിന് അപ്പുറത്തായിട്ടാണ് ബിൽഡിങ്. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡെന്നൊന്നും പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷക്കാർ ഇവിടെ നിൽക്കും. കൊള്ളക്കാരെന്ന് വേണം വിളിക്കാൻ നമുക്ക് ഓട്ടോറിക്ഷക്കാരെ. പിന്നെ ഇതാണ് ബാനസവാടി സ്റ്റേഷൻ കെട്ടിടം. വളരെ ചെറിയ ബിൽഡിങ്ങാണ്. അതായത് ഈ ട്രെയിനുകൾ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കുറച്ച് ആളനൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ തിരക്കൊന്നുമുള്ളൊരു സ്ഥലമാണ്. ആക്ച്വലി ലൊക്കാലിറ്റി വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ലൊക്കാലിറ്റിയാണ് ബാനസവാടി എന്ന് പറയുന്നത്. നല്ല ക്രൗഡഡ് ലൊക്കാലിറ്റിയാണ്. ഈസ്റ്റ് ബാംഗ്ലൂരിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പക്ഷേ സ്റ്റേഷനോട് വലുതായിട്ട് തിരക്ക് ഉണ്ടാകാറില്ല. ഇതായിരുന്നു ബാനസവാടി. ബാനസവാടിയുടെ മറ്റേ സൈഡിലെ പ്ലാറ്റ്ഫോം കഴിഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മൾ വീണ്ടും സിംഗിൾ ലൈൻ സെക്ഷനാണ്. ഇതാ നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. നമ്മുടെ ജനറേറ്റർ കാർ എരമ്പെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല. ഡീസൽ ലോക്കോ ആയതുകൊണ്ട് നമ്മുടെ ജനറേറ്റർ കാർ ഓണാണ്. പിയർ ജനറേറ്റർ കാർ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെയിൻ മാത്രം ഫുള്ളി ഇലക്ട്രിഫൈഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്നും ഡീസൽ ലോക്കോയിലാണ് ഓടുന്നത്. ഡീസൽ ലോക്കോയിൽ ഓടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് ലോക്കോൻ്റെ ഷോർട്ടേജ് ആണ്. ഒരു വളരെ സിവിയർ ആയിട്ടൊരു ഇലക്ട്രിക് ലോക്കോ ഷോർട്ടേജ് ഉണ്ട് SR SWR തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ ഈ ഒരു ലിങ്ക് ഇപ്പോഴും ഡീസലിൽ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ മാത്രമല്ല ഉള്ള ഡീസൽ ലോക്കോസൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണെന്ന് തോന്നുന്നു ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡബിളിംഗ് വർക്ക് ഈ സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ്. ഇവിടെ ഡബിളിംഗ് മാത്രമല്ല, നല്ല വീതിക്ക് പണിത് വരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഔട്ടർ റിംഗ് റോഡിനെ ക്രോസ് ചെയ്യാറ് ഹെബ്ബാൾ എത്താറായി. ഇതാണ് വിഖ്യാതമായ ഹെബ്ബാൾ ഫ്ലൈഓവർ. ട്രാഫിക് ബ്ലോക്കിന് വളരെ പ്രശസ്തമാണ് ഈ സാധനം. ഇതാണ് ഹെബ്ബാൾ. തൊട്ടടുത്ത് തന്നെ ഹെബ്ബാൾ റെയിൽവേ സ്റ്റേഷൻ വരിക.
ഇവിടെ കെ റൈഡാണ് ഡബ്ലിംഗ് വർക്ക് ചെയ്യുന്നതും അതുപോലെ ബാംഗ്ലൂർ സബർബൻ പ്രോജക്റ്റ് ചെയ്യുന്നതും. കെ റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കെ റെയിൽ പോലത്തെ ഒരു കർണാടകയുടെ സംഘടനയാണ്. ഇതാണ് ഹെബ്ബാൾ സ്റ്റേഷൻ. ഇവിടെ തൊട്ടപ്പുറത്ത് കൂടെ പോകുന്നതാണ് ഔട്ടർ റിംഗ് റോഡ്. ഇവിടെ നിങ്ങൾ നല്ലോണം വളവുകളാണ്, വളവോട് വളവാണ്. നിങ്ങൾക്ക് ഇവിടെ ബോർഡുകൾ കെ റൈഡ് കാണാം. ഇതൊന്നും കർണാടക റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഏജൻസി അങ്ങനെ എന്തോ വേണോ അതിൻ്റെ പേര്, ഫുൾ ഫോം. എക്സാക്ട്ലി ഓർമ്മയില്ല, എന്തെങ്കിലും ടൈറ്റിൽ കാർഡിൽ ഇട്ടേക്കാം. ഇതൊക്കെ ഇപ്പോഴും ലെവൽ ക്രോസ് ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചു ലെവൽ ക്രോസ് എല്ലാം മാറി അണ്ടർ പാസ്സായി കാണുന്നത്. ഇപ്പോൾ ലെവൽ ക്രോസ് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ലോട്ടേഗോളഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ല, അവിടുന്ന് വേറൊരു ഇലക്ട്രിക് ലൈൻ വരുന്ന കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഒരു ബ്രോഡ് ഗേജ് ഇലക്ട്രിഫൈഡ് ലൈൻ വരുന്നുണ്ട്. അത് യലഹങ്കയിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ലൈനാണത്. അത് യലഹങ്ക യശ്വന്ത്പൂർ ലൈനാണത്. ആ ലൈൻ ഇവിടെയാണോ ഒന്ന് ജോയിൻ ചെയ്യാം. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ് അങ്ങനത്തെ കുറച്ച് ട്രെയിനുകൾ ഈ ലൈൻ വഴിയാണ് വരുന്നത്. പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വന്ദേ ഭാരത്, സെക്കൻഡരാബാദ് യശ്വന്ത്പൂർ വന്ദേ ഭാരത് വഴിയാണ് വരിക. അങ്ങനെ ലോട്ടേഗോളഹള്ളി സ്റ്റേഷൻ. ലോട്ടേഗോളഹള്ളി ഒരു ഹോൾട്ട് സ്റ്റേഷൻ ആയിരുന്നു ഒരു കാലത്ത്. എനിക്ക് ഇപ്പോൾ ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററും മറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അത് ഈ ക്രോസിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് തോന്നുന്നു. കാരണം പണ്ട് ഇതിൻ്റെ സ്റ്റേഷൻ്റെ പേര് തന്നെ ലോട്ടേഗോളഹള്ളി ഹോൾട്ട് എന്നായിരുന്നു. ഈ 8/200 എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ യശ്വന്ത്പൂർ സ്റ്റേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 8 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലോട്ടൊരു ബൈപ്പാസ് ലൈൻ ഉണ്ട്. അതാണ് തോന്നി ഈ പുറത്തോട്ട് പോകുന്നത്.
ഈ ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത് യശ്വന്ത്പൂർ സ്റ്റേഷനെ അവോയ്ഡ് ചെയ്ത് വണ്ടി നേരെ ടുവേർഡ്സ് തുംകൂർ ലൈനിലേക്ക് കയറാനുള്ള ഒരു ബൈപ്പാസ് ലൈനാണ്. അപ്പോൾ ഈ ലൈൻ വഴിയാണ് നമ്മുടെ ഹുബ്ലി എക്സ്പ്രസ്, ഹുബ്ലി കൊച്ചുവേളി എക്സ്പ്രസ് ഒക്കെ ഇതുവഴിയാണ് വരുന്നത്. ആ ട്രെയിനിലൊരു ട്രിപ്പ് ഞാൻ ആലോചിച്ചത്, പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല ഇതുവരെ. ഞാനത് ഡീസൽ ലോക്ക് വരുന്ന കാലത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡീസൽമാർ ഇപ്പോൾ ഇലക്ട്രിക് ആയി ഫുള്ള്. ഒരു ഹെവി വളവാണ്. ആ വളവ് കണ്ടോ, ജസ്റ്റ് കാണിച്ചതിൻ്റെ അപ്പുറത്തെ സൈഡ് പോകും. അപ്പുറത്തുനിന്ന് ബൈപ്പാസ് ലൈൻ ഇപ്പോൾ തിരിഞ്ഞു പോകും. ഇത് അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്നതാണ് ബൈപ്പാസ് ലൈന്. ആ ലൈൻ വഴി ട്രെയിനിലേക്ക് യശ്വന്ത്പൂരിൽ റിവേഴ്സൽ അവോയ്ഡ് ചെയ്ത് നേരെ തുംകൂർ ലൈനിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടർ ആയില്ല തോന്നുന്നു, നമ്മളത് അവിടെ നിന്നു. സ്റ്റാർട്ടറല്ല, സോറി, നമ്മുടെ ഹോം സിഗ്നൽ റെഡ് ആണെന്ന് തോന്നുന്നു. നമ്മളത് അവിടെ നിന്നു. എന്തായാലും നമ്മുടെ ഫുൾ റേക്ക് നമുക്ക് ഏറെക്കുറെ കാണാം. നമ്മുടെ ബാക്കിലത്തെ ജനറേറ്റർ ഓണാണ്, അവനാണ് ഈ ശബ്ദം മുഴുവൻ ഉണ്ടാക്കുന്നത്. നല്ല വളവാണ്, നല്ല സൂപ്പർ വളവാണ്. വണ്ടി ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. കാര്യം ഈ വളവിൽ സ്പീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ബാങ്കിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞാണ് നിൽക്കുന്നത് റേക്ക്. ഒരു ഹോണടി കേട്ടു, നമ്മൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. കാര്യം തൊട്ടപ്പുറത്താണ് തുംകൂർ ലൈന്. ഇനി അതിലുള്ള ഏതെങ്കിലും ട്രെയിൻ ഹോൺ അടിച്ചാണോ എന്ന് അറിയാൻ മേല. നമ്മുടെ തന്നെ, നമ്മളാണെങ്കിൽ ട്രെയിൻ. അങ്ങനെ ബൈപ്പാസ് ലൈൻ അതുവഴി തിരിഞ്ഞു പോയി. ബൈപ്പാസ് ലൈൻ വഴി തിരിഞ്ഞു പോയി. അവിടെ ഒരു ഇതുണ്ട്, ബൈപ്പാസ് ക്യാബിനുണ്ട്. ആ ബൈപ്പാസ് ക്യാബിനൊക്കെ ബൈപ്പാസ് ലൈൻ വന്നപ്പോൾ പണിതാണ്. നമ്മൾ എന്നിട്ട് യശ്വന്ത്പൂരിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ്, രണ്ട് സൈഡും മിലിറ്ററിയുടെ ലാൻഡ് ആയതുകൊണ്ട് റെയിൽവേസിന് ഒരുപാട് പരിമിതികളുണ്ട് ഇനി എക്സ്പാൻഷനും. ഇവിടെ ഈ മരങ്ങളുടെ അപ്പുറത്തായിട്ട് ഒരു ബ്രോഡ് ഗേജ് ലൈനും കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, OH കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് തുംകൂറിൽ നിന്ന് വരുന്ന ലൈന്. തുംകൂറിൽ നിന്ന് വരുന്ന ബാംഗ്ലൂർ ലൈനാണ് ആ കാണുന്നത്. നമ്മളിപ്പോഴും സിഗ്നൽ കാത്ത് കിടക്കുന്നുള്ളതെന്ന് തോന്നുന്നു. ഒരു സിഗ്നൽ ഇവിടെ പാസ്, അടുത്ത സിഗ്നലും റെഡ് ആണെന്ന് തോന്നുന്നു. അതിന് വേറെ എന്തെങ്കിലും കാരണത്തിൽ നിർത്തിയാണെന്ന് പറയാം. ഇത്ര അടുത്തായിട്ട് അടുത്ത സിഗ്നൽ വരാൻ സാധ്യതയില്ല. ബൈപ്പാസ് ലൈനിൽ കൂടെ ഒരു G9 ഹോളിൽ ഫ്രൈറ്റ് പോകുന്നുണ്ടോ. നമ്മളവിടെ കാത്തുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ വീഡിയോ കിട്ടിയാണ്. അതിൻ്റെ 31936 ആണ് ലോക്കോ. ഷെഡിൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല. ഒരു NMG റേക്കാണിത്. അപ്പുറത്ത് കൂടെ ഒരു ട്രെയിൻ വന്നൊരു G9 ഹോൾഡ് 41561 കൃഷ്ണരാജപുരത്തിൻ്റെ SWR എന്ന് എഴുതിയ ഏതോ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണ്. 2 AC കോച്ചുകളും ബാക്കി സ്ലീപ്പർ കോച്ചുകളുമാണ്. ഏതാ വണ്ടി എന്നുള്ള തീർച്ചയായിട്ടും ഞാൻ കണ്ടുപിടിച്ച് കമൻസ് ഇട്ടേക്കാം. അങ്ങനെ വണ്ടി ഓടിപ്പോയി കഴിഞ്ഞു. ഇതൊരു ട്രയാങ്കിൾ പോലെയാണ്. ഇതൊരു സ്ലീപ്പർ ഫാക്ടറിയാണ്. റെയിൽവേ സ്ലീപ്പേഴ്സ് പണിയുന്ന ഒരു ഫാക്ടറിയാണ്. ഇത് ഒരുപാട് കാലഘട്ടമുള്ളതാണ്. ഇതിപ്പോഴും ഫങ്ഷനിങ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാര്യം സ്ലീപ്പേഴ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഫങ്ഷനിങ് ആണോ എന്ന് വലുതായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് കടന്ന് യശ്വന്ത്പൂർ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. യശ്വന്ത്പൂർ ഷിമോഗ ടൗൺ എന്ന് എഴുതിയ കുറച്ച് കോച്ചുകൾ കിടക്കണം. ആ കിടക്കുന്ന യശ്വന്ത്പൂർ ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് ബോർഡ്. അപ്പോൾ സമ്പർക്ക ക്രാന്തി ആയിരിക്കും. സ്ലീപ്പർ കോച്ച് ഉണ്ട്. അതുപോലെ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിന് റേക്കാണെന്ന് തോന്നുന്നത്. മലയാളികൾ പൊതുവെ സമ്പർക്ക് ക്രാന്തി എന്ന് പറയുന്ന സാധനം സമ്പർക്ക ക്രാന്തി എന്നാണ് അതിൻ്റെ പേര്. നമ്മളെനിക്കൊന്ന് പ്ലാറ്റ്ഫോം 6 വല്ലാണെന്ന് തോന്നുന്നത്. നീണ്ടു വന്ന് വലത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. കണ്ടോ, പാമ്പ് പോകുന്ന പോലെ പോകുന്നുണ്ടോ. ആണ് വാപ്പ് 7.
ഈ ഉള്ളിലോട്ട് കാണുന്നതാണ് കൃഷ്ണരാജപുരം കോച്ചിങ് ഡിപ്പോ. സോറി, യശ്വന്ത്പൂർ കോച്ചിങ് ഡിപ്പോ. ലോക്കോന് കൃഷ്ണരാജപുരം ഇന്ന് ഇറങ്ങിപ്പോയില്ല. ഈ ഉള്ളിലോട്ട് കാണുന്നതാണ് യശ്വന്ത്പൂർ കോച്ചിങ് ഡിപ്പോ. അപ്പുറത്തെ ഒരു പിറ്റ് ലൈനൊക്കെ നിങ്ങൾക്ക് കാണാം. പിറ്റ് ലൈൻ്റെ റാമ്പൊക്കെ കാണാം. അതാണ് യശ്വന്ത്പൂരിലെ കോച്ചിങ് ഡിപ്പോ. ഈ ട്രെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന യശ്വന്ത്പൂർ കോച്ചിങ് ഡിപ്പോയിലാണ്. അപ്പോൾ ഇതിവിടെ കാണാം. ഇവിടെ ഒരു G9 നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് കൂടെ ഒരു ഹൈ കപ്പാസിറ്റി പാർസൽ വാൻ റേക്ക് ഷണ്ട് ചെയ്യുന്നുണ്ട്. അതും മിക്കവാറും മെയിൻ്റനൻസ് കഴിഞ്ഞ് വരുന്നതായിരിക്കും. ആൽക്കോ എന്ന് പറയുന്നതിന് ഒരു വികാരമാണ്. തൊട്ടപ്പുറത്തായിട്ടുള്ളത് കോച്ച് മെയിൻ്റനൻസിന് ഇൻ്റർമീഡിയറ്റ് ഓവറോളിംഗ് യാർഡാണ്. ഇവിടെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രതിമ അവർ മറ്റേ മെറ്റാലിക് ഒബ്ജക്ട്സ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ് കണ്ടത്. നമ്മൾ സ്റ്റേഷനോട് കയറാൻ പോകണം. നമ്മൾ സ്റ്റേഷനോട് കയറുന്ന ജസ്റ്റ് കാണാം. ഏതാ പ്ലാറ്റ്ഫോം ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനോട് കയറണം. എക്സ്ട്രീം ലെഫ്റ്റിലുള്ളതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. എക്സ്ട്രീം റൈറ്റിലുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1ൻ്റെ എക്സിറ്റ് ഇപ്പോൾ ഫങ്ഷണൽ അല്ല. കാര്യം അവിടെ മറ്റേ അമൃത് ഭാരത് സ്കീമിലാണോ അതോ മറ്റേ റെയിൽവേയുടെ സ്വന്തം അതിന് മുമ്പ് പ്രഖ്യാപിച്ച ഡെവലപ്മെൻറ്റ് സ്കീമിലാണോ എന്നറിയില്ല. അവിടെ ഇത് നടക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ എല്ലാവരുടെയും എൻട്രൻസും എക്സിറ്റും പ്ലാറ്റ്ഫോം നമ്പർ 6 വഴിയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 6 ആണ് ഹൈവേയിലേക്ക് തുറക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറയുന്നത് യശ്വന്ത്പൂർ ടൗണിലേക്കാണ് തുറക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം 5ലേക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് ട്രാക്ക് മെയിൻ്റനൻസ് ഡിപ്പോ ആണ് ആ കാണുന്നത്. വെയിൽ കറക്റ്റ് ലെൻസിലേക്കാണ്. ട്രാക്ക് മെയിൻ്റനൻസ് ഡിപ്പോ ആണ് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മളിന്ന് മീൻവെൽ ജസ്റ്റ് പ്ലാറ്റ്ഫോം നമ്പർ 5ലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളങ്ങനെ യശ്വന്ത്പൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ലോക്കോ ഒന്ന് ചെക്ക് ചെയ്യണം. ലോക്കോ ചെക്ക് ചെയ്യേണ്ട യാത്ര ശ്രമിക്കാൻ പറ്റില്ല. ഈ കിടക്കുന്ന ബിദർ യശ്വന്ത്പൂർ ലാത്തൂർ എക്സ്പ്രസ് ആണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും യശ്വന്ത്പൂരിലേക്ക് സ്വാഗതം. നമുക്ക് ലോക്കോ കാണാൻ പോകാം. ലോക്കോ ഊരി പോവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും അത് ഡിസ്കണക്ട് ചെയ്ത് വേറെ പോയില്ലെന്ന് വിചാരിക്കുന്നത്. ആ ലോക്കോന് വേറെ ലിങ്കൊന്നുമില്ല. ഈ ട്രെയിനോട് തന്നെ തിരിച്ചു പോകാൻ പോകുന്നു. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയില്ലായിരിക്കും. പല ട്രെയിനുകളിലായിട്ട് വന്ന ബെഡ് റോളുകളാണിത്. ബ്ലാങ്കറ്റൊക്കെ കണ്ടത് കിടക്കുന്നുണ്ടോ താഴെ തറയിൽ ചുമ്മാ കിടക്കുന്നുണ്ടോ ബ്ലാങ്കറ്റ്. ഈ ബ്ലാങ്കറ്റാണ് രാത്രി നമ്മൾ പുതയ്ക്കുന്നത് AC കോച്ചിൽ. അതുകൊണ്ട് ബ്ലാങ്കറ്റ് ഒരിക്കലും ബോഡിയിലേക്ക് നേരിട്ടെടുത്ത് പുതയ്ക്കരുത്. എപ്പോഴും ബെഡ്ഷീറ്റ് അതിൻ്റെ അടിയിൽ വിരിച്ചിട്ട് പുതയ്ക്കണം. അവിടെ കണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 1 അടച്ചിട്ടിരിക്കുന്നുണ്ട്. 1ൻ്റെ അപ്പുറത്തോട്ട് അത് ഫുൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ പുതിയ ബിൽഡിംഗ് വരികയാണ്. ആ പുതിയ ബിൽഡിംഗ് വരുന്നവരെ പ്ലാറ്റ്ഫോം നമ്പർ 1 എക്സിറ്റ് ഇല്ല. നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ 6 വഴി തന്നെ എക്സിറ്റ് ചെയ്യണം. ലോക്കോനടുത്ത് എത്താറായി. ലോക്കോ ശബ്ദമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പേടിയാവുകയാണ്. ഡിസ്കണക്ട് എടുത്ത് പോവുകയാണെന്ന്. ഒരു ഫോട്ടോ എടുത്തിട്ട് പൊക്കോളൂ എന്നാണ് എനിക്ക് പറയണത്. അവസാനമായിട്ട് ഞാൻ 16528 യാത്ര ചെയ്തപ്പോൾ അന്ന് കൃഷ്ണരാജപുരത്തിൻ്റെ ആൽക്കോ ആയിരുന്നു ലിങ്ക്. ഇന്നിപ്പോൾ ലിങ്കൊക്കെ മാറി എറണാകുളത്തിൻ്റെ WDP4D ആണ്. ഈ ലിങ്കിന് ഒരുപാട് കാലം ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ ലിങ്കും മാറി ഇലക്ട്രിക് ആവും. അപ്പോൾ അതിനു മുമ്പ് ഒരു യാത്ര ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചാണ്. അതെന്തായാലും നടന്നു. പിന്നെ നമ്മുടെ എറണാകുളത്തിൻ്റെ ചെക്കൻ 40172 ഡീസൽ ലോക്കോഷിയുടെ എറണാകുളം. അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഒരു എന്താ പറയുക ഒരു ഉന്മേഷമാണെന്നറിയാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലോക്കോ. അപ്പോൾ നമ്മൾ ലോക്കോ കണ്ടു. നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാം. കുട്ടിയും ഭാര്യ അവിടെ കോച്ചിനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വേണം പുറത്ത് പോയിട്ട് ഞാൻ സൈൻ ഔട്ട് എടുക്കുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഒരു ചെറിയ മെട്രോ യാത്രയുണ്ട് എനിക്ക് എത്തേണ്ട സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ബോർഡ് കൊണ്ടൊന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചാണ്
അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 16528. കണ്ണൂർ യശ്വന്ത്പൂരിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി. ഇതിപ്പോൾ ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എന്ന് പറയണം. പ്ലാറ്റ്ഫോമൊക്കെ കാലിയായി വന്ന് ഇറങ്ങി യാത്രക്കാരൊക്കെ പോയി. ഈ ട്രെയിനിൽ ഇങ്ങോട്ട് വലുതായി യാത്രക്കാരുണ്ടായിരുന്നില്ല. മിക്കവാറും യാത്രക്കാരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസവാടിയിലും മറ്റും ഇറങ്ങി. ആക്സൽ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തിരുന്ന കോച്ചിങ് സ്റ്റാഫ് വരുന്നുണ്ട്. എല്ലാ ആക്സിലുകളുടെയും ടെമ്പറേച്ചറാണ് പുള്ളി നോക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു യശ്വന്ത്പൂർ സ്റ്റേഷൻ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും പകൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം പകൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഇവിടെ നിന്നൊരു മെട്രോ പിടിച്ച് നമ്മുടെ യാത്ര തുടരണം. മെട്രോ സ്റ്റേഷൻ എടുത്തെത്തുമ്പോൾ ഞാൻ വീണ്ടും സ്റ്റേഷൻ്റെ എൻട്രൻസ് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് യശ്വന്ത്പൂർ സ്റ്റേഷൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അവിടെ നമുക്ക് മെജസ്റ്റിക്കിലോട്ടും അങ്ങനെ ബാംഗ്ലൂർ മെട്രോൻ്റെ നെറ്റ്വർക്കിലേക്ക് മൊത്തമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലോക്കൽ ബസ്സുകൾ അവൈലബിൾ ആണ്. മെജസ്റ്റിക്കിലോട്ടും മറ്റുള്ള ഇവിടെ ലോക്കൽ ബസ്സുകൾ കിടക്കുന്നതാണ്. ഏറ്റവും എളുപ്പം പക്ഷേ മെട്രോന് പോകുന്ന മെട്രോ നമ്മൾ പെട്ടെന്ന് എത്തും. ഇതാണ് ബാംഗ്ലൂരിലെ യശ്വന്ത്പൂർ ജംഗ്ഷൻ സ്റ്റേഷൻ. വെയിൽ ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതാണ് സ്റ്റേഷൻ. മുകളിലൊരു കുടം പോലെയൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. പക്ഷേ ഇതാണ് യശ്വന്ത്പൂർ സ്റ്റേഷൻ. കേരളത്തിലേക്ക് ഇവിടുന്ന് ആഴ്ചയിലൊരിക്കലുള്ള കൊച്ചുവേളി AC സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. പിന്നെ കണ്ണൂർ എക്സ്പ്രസ് ഹൊസൂർ വഴിയുള്ളതുണ്ട്. അതേപോലെ സക്ലേശ്പൂർ വഴിയുള്ളതുണ്ട്. ഇതാണ് യശ്വന്ത്പൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ തീർച്ചയായിട്ടും മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. എന്നാൽ പിന്നെ നമുക്ക് നേരെ ഒരു മെട്രോ കയറി അങ്ങ് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.